ഹായ് ഗൈസ്, ഞാൻ അങ്ങനെ എല്ലാ കാര്യങ്ങളിലൊന്നും പ്രതികരിക്കാൻ വരുന്ന ഒരാളല്ല. പക്ഷേ ഒരു പെണ്ണെന്ന നിലയിൽ മറ്റൊരു പെണ്ണിനെ നമ്മുടെ സമൂഹവും നമ്മുടെ ഈ ഓൺലൈൻ മീഡിയാസ് ഇതുപോലെ കൊത്തിപ്പറിക്കുന്ന കണ്ടിട്ട് സഹിക്കാൻ മേലാഞ്ഞിട്ട് പറഞ്ഞു പോകുന്ന വോയിസാണ് രേണു സുധി. എവിടെ നമ്മൾ ഓൺലൈൻ മീഡിയാസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും രേണു സുധിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് രേണു സുധിയെ കളിയാക്കുന്നു. രേണു സുധിയുടെ ഫേസ് അങ്ങനെയാണ്, അല്ലെ രേണു സുധിയുടെ ആക്ടിങ് ഇങ്ങനെയാണ്, രേണു സുധി ഇപ്പം സുധിച്ചേട്ടൻ്റെ വൈഫായിട്ടിരുന്നിട്ട് ഇപ്പം ഇങ്ങനെയാണോ ജീവിക്കുന്നത്, എന്തെല്ലാം കമൻസുകളാണ്. ഒന്നുമല്ലെങ്കിൽ ഒരു സാധാ സ്ത്രീ 2 കുട്ടികളെ വളർത്താൻ വേണ്ടി, ഒരു കുടുംബം പുലർത്താൻ വേണ്ടി അവരൊരു തൊഴിൽ തിരഞ്ഞെടുത്തു. അതിന് ഇത്രമാത്രം അവരെ എന്തിനാണ് നിങ്ങൾ അപമാനിക്കുന്നത്? അതിന് മാത്രം എന്ത് തെറ്റാണ് അവർ ചെയ്തത്? അവരെന്നെ വേശ്യാവൃത്തി ചെയ്ത് ജീവിക്കുവാണോ? അല്ലല്ലോ. ആരുടെയെങ്കിലും പൈസ പിടിച്ച് പറിച്ച് ജീവിക്കുന്നുണ്ടോ? ഒന്നുമില്ലെങ്കിൽ അവർ അഭിനയമല്ലേ തിരഞ്ഞെടുത്തേ. ഈ അഭിനയം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, ഈ സമൂഹത്തിൽ എത്രയോ ആത്തപ്പതിച്ച ആൾക്കാർ ജീവിക്കുന്നു, എന്തെല്ലാം വൃത്തികെട്ട തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്നു. ആ സ്ത്രീ ഒന്നുമില്ലെങ്കിലും കുറേ വെബ് സീരിയലുകൾ അല്ലെങ്കിൽ ബാലയെ അല്ലെങ്കിൽ അഭിനയിക്കാൻ മാത്രമല്ലേ ഇറങ്ങിയുള്ളൂ. ഈ പറയുന്ന നിങ്ങളുടെ ആരുടെയെല്ലാം വീട്ടിൽ നിന്ന് ഒരു നേരത്തെ കൊണ്ട് ചിലവിന് അവർക്ക് കൊടുക്കുമോ? ആരെങ്കിലും കൊടുക്കുമോ? സഹിക്കാൻ മേലാന്ന് വെച്ചാൽ ഇത് കണ്ട് സഹിക്കാൻ മേലാഞ്ഞിട്ട് ഞാൻ പ്രതികരിച്ചു പോകുന്നതാണ്. ഒരു പെണ്ണിനെ ഇതുപോലെ ടാർഗറ്റ് ചെയ്ത് ആരും സംസാരിക്കല്ലേ. അല്ലെങ്കിൽ നമ്മൾ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ നമ്മൾ അവരെ ഏറ്റെടുത്ത് അവരുടെ കുട്ടികളെയും കുടുംബത്തിനെയും നമ്മൾ നന്നായിട്ട് ചിലവിന് കൊടുത്തിട്ട് നമുക്ക് വേണേൽ പറയാം, നീ ഇങ്ങനെ പോകണ്ട, അല്ലേ അങ്ങനെ പോകണ്ട, നീ വീട്ടിൽ ഇരിക്കടേന്ന് പറയാം. ഇതിനാർക്കെല്ലാം ഗട്ട്സുണ്ടോ? ഇല്ലല്ലോ, ആർക്കും ഗട്ട്സില്ല. സുധിയുടെ വൈഫ് രേണു സുധി ഇപ്പം എങ്ങനെ ജീവിക്കുന്നു? ഇവളിങ്ങനെയാണോ ജീവിക്കേണ്ടത്? ഇവളിങ്ങനെ ജീവിക്കാവൂ? ഹസ്ബൻഡ് മരിച്ച ഒരു സ്ത്രീക്ക് ജീവിക്കണ്ടേ മുന്നോട്ട്? അതോ ഒരു വിടവായിട്ട് വെളുത്ത് സാരി ഉടുത്ത് എവിടെയെങ്കിലും അകത്തളങ്ങളിൽ ഒളിച്ചു കഴിയേണ്ട സ്ത്രീയാണോ? ആണോ? കാലമൊക്കെ ഒരുപാട് പോയി, പഴയ കാലമൊന്നുമല്ല. സമൂഹം വരയ്ക്കുന്ന വരയ്ക്കകത്തൂടെ അവൾ ജീവിക്കാനായിട്ട് അവൾ തൻ്റെ ഉള്ള സ്ത്രീയാണ്, അവൾ പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ഇത് കണ്ട് നമുക്ക് സ്ത്രീകളെ ഒരു വിഷമം വരുന്നുണ്ട്. സ്ത്രീകളും കൂടുതൽ അവളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്തിനു കുറ്റപ്പെടുത്തുന്നത്? എന്ത് കണ്ടിട്ടാണ് കുറ്റപ്പെടുത്തുന്നത്? ആരാ നല്ലവരായിട്ട് ജീവിക്കുന്നവർ? ഈ നല്ലവരായിട്ട് ജീവിക്കുന്ന ആരെങ്കിലും രേണു സുധി നീ അങ്ങനെ ജീവിക്കല്ലേ, ഇങ്ങനെ ജീവിക്കല്ലേ എന്ന്. അവനവൻ്റെ കണ്ണിലെ കോലെടുത്തിട്ട് വേണം മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ, ആരായാലും. എനിക്ക് അത്രയ്ക്കും ദേഷ്യം വന്നിട്ടാണ് ഞാനിത് പറഞ്ഞു പോകുന്നത്. പാവം പിടിച്ച ഒരു പെണ്ണ്, അവിടെ പാഷനാണ് അഭിനയിക്കുക എന്ന് പറഞ്ഞു. ഓരോരുത്തർക്കും ഓരോ പാഷനില്ലേ? അവൾ പോയി അഭിനയിച്ച് ജീവിക്കട്ടെ. എന്തിനാ ഇതുപോലെ കുത്തി നോവിക്കുന്നേ? ഓരോ ദിവസവും ഓരോ ഇൻ്റർവ്യൂവിൽ നമ്മൾ കാണുന്ന അവളെ ഹാരാസ്മെൻറ്റ് ചെയ്തുകൊണ്ട്, ചിലർ അവരുടെ ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് അവളെ ഹാരാസ്മെൻറ്റ് ചെയ്തതായിട്ട് അഭിനയിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നു. എന്നിട്ട് പിറ്റേ ദിവസം വന്നിട്ട് പറയുന്നത് ഞങ്ങൾ തമ്മിൽ ഭയങ്കര ടൈപ്പാണ്, അപ്പം ഞങ്ങൾ അതുകൊണ്ടാണ് ഇങ്ങനെയാണെന്ന്. പക്ഷെ കാണുന്ന നമ്മൾക്കുണ്ടല്ലോ, ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി രേണു സുധിയോട് എത്രമാത്രം ആളുകൾക്ക് ഇഷ്ടമുണ്ട് എന്നാണ്. കാരണം രേണു സുധി അവിടെ ഇരുന്ന് ഉരുകുന്നതും വിഷമിക്കുന്നതും കണ്ടു കഴിഞ്ഞപ്പോൾ കുറേ പേര് കമൻസ് ഇട്ടേക്കുന്നു. പാവം രേണു സുധി, ഇത് എങ്ങനെയാണ് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്നു, അവർ ക്ഷമയുള്ള സ്ത്രീയല്ലെന്ന്. തലേദിവസം വരെയും അവളെ കളിയാക്കിയും ചീത്ത വിളിച്ച ആൾക്കാർ തന്നെ ഇതിനകത്ത് വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പാവം രേണു സുധിയെ ഓർത്തിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാവരും ഓൺലൈൻ വീഡിയോ ചെയ്ത് ജീവിച്ചോളൂ. പക്ഷെ ഒരു പാവം പിടിച്ച പെണ്ണിനെ അവളെ ജീവിക്കാൻ വിട്ടേക്കുക. എന്തിനിങ്ങനെ പറയാൻ നടന്ന് കഷ്ടപ്പെടുത്തുന്നു, കളിയാക്കുന്നു? കഷ്ടം, മഹാകഷ്ടം.